ഹലോ അസ്സാം വലൈക്കും. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവൽ മിൽക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളത് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഐസ്ക്രീമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്നാലും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇത് നല്ല പഴുത്തിട്ടില്ല, ചെറുതായി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തത് തന്നെ എടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ അവൽ മിൽക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. നല്ല പഴുത്ത തന്നെ എടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രോക്ക് വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് അടിച്ചെടുക്കുക, കൈ കൊണ്ട് അടിച്ചെടുത്താലും മതി. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതുപോലെ ഇങ്ങനെ കുത്തി അടിച്ചെടുത്താൽ മതിയാവും. ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ കുത്തി അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 തായ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. നല്ല മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പഴത്തിൽ. എന്നിട്ടൊരു 2 മിനിറ്റ്, വെറും 2 മിനിറ്റ് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. പഞ്ചസാരയൊക്കെ ഏതാനും അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല തണുപ്പുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പഞ്ചസാര അലിയാത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അലിയും വരെ ഒന്ന് ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലും തന്നെ നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതും പാടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊരിയാവലാണ്. നമ്മൾ അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കുന്ന പൊരിയാവൽ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൽ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ സേവ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഇത് നല്ലവണ്ണം കുതിർന്ന് വരുന്നതിൻ്റെ മുന്നേ ആണ് കേട്ടോ അത് ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് നമ്മുടെ അവൽ മിൽക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് സേവ് ചെയ്യാണ്. ഇപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാം പരിപ്പ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ കാണാനും ഒരു ഭംഗിയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിപൊളി അവൽ മിൽക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം. ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ, എത്രത്തോളം ഇതിൻ്റെ ഇതുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല കുത്തിയോറും അവൽ മിൽക്കാണ് കേട്ടോ. അപ്പം നമുക്ക് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും വേണ്ട, ഐസ്ക്രീമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, വീണ്ടും ബൈ.